നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായ കരിമീൻ നാടൻ രുചിയിൽ ഒട്ടും ഗുണം പോവാതെ പൊരിച്ചെടുക്കാം. മധ്യ കേരളത്തിൽ കരിമീൻ്റെ തൊലി ചെത്താറുണ്ട്. എന്നാൽ അഷ്ടമുടിക്കായലിലെ കരിമീന് ചെളിയുടെ ഉളുമ്പ് മണം അധികമില്ലാത്ത കാരണം തൊലി കളയാറില്ല. കരിമീൻ്റെ തൊലിക്ക് ക്ഷതം പറ്റാതെ ചെതുമ്പൽ കളഞ്ഞ് മീൻ്റെ കഴുത്തിലെ ചെകിളയും പള്ള കീറി കുടലും പണ്ടവും മാറ്റി കല്ലുപ്പിട്ട് കൈവച്ച് വയറ്റി 4-5 വെള്ളത്തിൽ വൃത്തിയായി കഴുകി മസാല മീൻ്റെ ഉള്ളിൽ കയറുന്ന വിധം വരഞ്ഞു വയ്ക്കണം. മീൻ്റെ മസാലയ്ക്കായി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, പൊടിയായരിഞ്ഞ കറിവേപ്പില, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴമ്പ് പരുവത്തിൽ കുഴച്ച് മീനിൻ്റെ അകത്തും പുറത്തും പുരട്ടി 10 മിനിറ്റ് ഫ്രിഡ്ജിലും പൊരിക്കുന്നതിന് മുന്നേ 10 മിനിറ്റ് വെളിയിലും വെക്കണം. കട്ടിയുള്ള ഇരുമ്പ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി പുക വരുന്ന നേരം തീ കുറച്ച് മീൻ്റെ ഒരു വശം 4 മിനിറ്റ് ചെറിയ ചൂടിൽ മീൻ ഒട്ടും അനക്കാതെ ചുട്ടെടുത്ത് 3 മിനിറ്റ് തീ അണച്ച് വയ്ക്കണം. തീ അണച്ച് ലേശം തണുത്തതിന് ശേഷം മീൻ്റെ തൊലി വികൃതമാവാതെ ഇളക്കിയെടുക്കാൻ പറ്റും. സാൽമൻ്റെയും സീബാസിൻ്റെയും പോലെ കരിമീൻ്റെ തൊലിയും അതിവിശിഷ്ടമാണ്. വീണ്ടും ഇടത്തരം ചൂടിൽ മീൻ്റെ മറുവശം 5 മിനിറ്റ് ഒട്ടും അനക്കാതെ കറിവേപ്പിലയും ചതച്ച കുരുമുളകും മുകളിൽ വിതറി ചുട്ടെടുക്കണം. സാധാരണയായി കരിമീൻ ഒരുപാട് പൊരിച്ച് മൊരിച്ച് മീൻ്റെ ഗുണങ്ങൾ ഒട്ടും ലഭ്യമാകാത്ത രീതിയിലാണ് കഴിക്കാറ്. അതിലോലമായ അതീവ സ്വാദിഷ്ടമായ വേഗത്തിൽ പാകമാകുന്ന കേരളത്തിൻ്റെ സ്വന്തം കരിമീൻ അതിൻ്റെ സ്വാഭാവികമായ നീരോടുകൂടി പൊരിച്ച് കഴിക്കണം. ഇതേ രീതിയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏത് മീനും പാൻ ഗ്രിൽ ചെയ്ത് ആസ്വദിക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതരണം. താങ്ക് യു സോ മച്ച്.